എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എക്സലിലെ ടോപ്പ് 5 കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ഷോർട്ട് കട്ട്സ് നിങ്ങൾ എക്സലിൽ ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങളുടെ കുറേ സമയം ലാഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു എക്സലിലെ ഡാറ്റയിൽ നമുക്ക് ഒരു കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റോ മൊത്തമായിട്ട് സെലക്ട് ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കൺട്രോൾ ഷിഫ്റ്റ് ആരോ കീസ്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മൗസ് ഉപയോഗിക്കുന്നില്ല, സീരിയൽ നമ്പറിലാണ് ആക്റ്റീവ് സെല്ലുള്ളത്. അപ്പോൾ നമുക്ക് താഴത്തോട്ടുള്ള റോ മൊത്തമായിട്ട് സെലക്ട് ചെയ്യണമെന്ന് കരുതുക. താഴത്തോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, താഴത്തോട്ടുള്ള ഏരോയ്ക്ക് നിൽക്കുക. അപ്പോൾ താഴെ വരെ നമുക്ക് സെലക്ട് ആയതായിട്ട് കാണാം. ഞാൻ ജസ്റ്റ് മേലോട്ട് തന്നെ പ്രസ് ചെയ്യാണ്. ഇനി കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റിലോട്ടുള്ള ഏരോയ്ക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡ് എൻഡിലുള്ള ഡാറ്റ വരെ നമുക്ക് സെലക്ഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ എംപ്ലോയി നെയിം ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ അത് രണ്ടും മാത്രം സെലക്ട് ചെയ്യാം. അതായത് ഒരു ഏരോയ്ക്ക് മാത്രം നിൽക്കുക, ഇവിടെ കൺട്രോൾ ഷിഫ്റ്റ് നിൽക്കാതെ ഏരോയ്ക്ക് നിൽക്കുക, എന്നിട്ട് ഷിഫ്റ്റ് നിൽക്കിയിട്ട് അതായത് കൺട്രോൾ ഉപയോഗിക്കാതെ ജസ്റ്റ് ഷിഫ്റ്റ് മാത്രം നിൽക്കിയിട്ട് ഒരു ഏരോയ്ക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റൊരു സെല്ല് മാത്രം സെലക്ട് ആവും റൈറ്റിലുള്ള. ഇനി നമുക്ക് താഴെ വരെ മൊത്തം സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് അതായത് കൺട്രോൾ നിൽക്കുമ്പോൾ എപ്പോഴും എൻഡിലേക്ക് പോകും. അതായത് ഈ ഒരു ടേബിളിൽ എവിടെയാണോ ഒരു ബ്ലാങ്ക് സ്പേസ് കിടക്കുന്നത് അതുവരെ ഡാറ്റ പോകും. അപ്പോൾ ഇവിടെ താഴെ വരെ നമുക്ക് ഡാറ്റ പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് നിൽക്കുക, താഴത്തോട്ടുള്ള ഏരോയ്ക്ക് നിൽക്കുക. അപ്പോൾ നമുക്ക് താഴെ വരെ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് കോളം കൂടി നമുക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഉപയോഗിക്കാതെ ജസ്റ്റ് ഷിഫ്റ്റ് മാത്രം പ്രസ് ചെയ്തിട്ട് റൈറ്റിലോട്ടുള്ള ഏരോയ്ക്ക് പ്രസ് ചെയ്താൽ മതി. അതുപോലെ ലെഫ്റ്റിലോട്ടുള്ള ഏരോയ്ക്ക് ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റൊരു കോളം നമുക്ക് സെലക്ഷൻ ഒഴിവാകും. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ഏരോയ്ക്ക് ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ വരെയുള്ള ഡാറ്റ സെലക്ട് ആവും, ഫസ്റ്റത്തെ സീരിയൽ നമ്പർ ഒഴികെയുള്ള. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡാറ്റ കോപ്പി ചെയ്യാം, എന്നിട്ട് വേറെ ഏത് സെല്ലിലേക്കാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡാറ്റ സെലക്ഷൻ ചെയ്യാൻ പറ്റും. അടുത്തത് ഈ കോളം മൊത്തം ഞാനൊന്ന് ജസ്റ്റ് വിഡ്ത്ത് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ നമുക്ക് കിട്ടി. ഈ ഡാറ്റയിൽ നമുക്ക് കോളം വിഡ്ത്ത് എങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, അതായത് ഓട്ടോ ഫിറ്റ് കോളം വിഡ്ത്ത്. അപ്പോൾ നമുക്ക് വേണ്ട കോളംസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മൊത്തം സെലക്ട് ചെയ്യാണ്, കൺട്രോൾ ഐ അടിച്ചിട്ട്, എന്നിട്ട് ആൾട്ട് HOI നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ കോളം വിഡ്ത്ത് സെറ്റ് ആവുന്നതാണ്. അപ്പം ആൾട്ട് HOI ആണ് ഷോർട്ട് കട്ട് കീ. അടുത്ത ഷോർട്ട് കട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അതായത് എപ്പോഴും നമുക്ക് കറണ്ട് ഡേറ്റ് എക്സലിൽ അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് എവിടെയാണോ നമുക്ക് ഡാറ്റ വേണ്ടത് അവിടെ സെല്ല് സെലക്ട് ചെയ്യുക, ജസ്റ്റ് കൺട്രോൾ സെമി കോളം പ്രസ് ചെയ്യുക. കണ്ടോ, ഇപ്പം 16/12/2024 അപ്പോൾ ആ ഡേറ്റ് അവിടെ വന്നു. അപ്പോൾ എവിടെയാണോ നമുക്ക് ഡാറ്റ വേണ്ടത് അവിടെ കൺട്രോൾ സെമി കോളൻ പ്രസ് ചെയ്യുക. ഓക്കെ, അടുത്ത ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡാറ്റയിൽ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള റേഞ്ച് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ HR തൊട്ടിട്ട് ഞാനിവിടെ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്യണത്, ഞാൻ മൗസ് ഉപയോഗിക്കുന്നില്ല. അതായത് ജസ്റ്റ് HRൻ്റെ അവിടെ വെച്ചു. നമുക്കൊരു 3 കോളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് ഏരോയ്ക്ക് 2 പ്രാവശ്യം, അതുപോലെ താഴത്തോട്ട് 2 കോളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് 2 ഏരോയ്ക്ക്. ഇനി ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൺട്രോൾ + ഷിഫ്റ്റ് + 7 അതായത് കൺട്രോൾ ഷിഫ്റ്റ് 7 അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോർഡർ വന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സെല്ലുകൾ ഇതേമാതിരി സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് 7 അമർത്തിയാൽ നമുക്കൊരു ബോർഡർ ഔട്ട്ലൈൻ കിട്ടുന്നതാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കീബോർഡ് ഷോർട്ട് കട്ടാണ് എങ്ങനെ നമുക്കൊരു കോളം അല്ലെങ്കിൽ റോ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു കോളം ആഡ് ചെയ്യാനാണെങ്കിൽ ഒരു കോളം സെലക്ട് ചെയ്യുക. അപ്പോൾ അതിന് കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് നീക്കി കഴിഞ്ഞാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോളം ആഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റോ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് അടിക്കുക. അതുപോലെ നമുക്കൊരു റോ അല്ലെങ്കിൽ കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, കൺട്രോൾ മൈനസ് പ്രസ് ചെയ്യുക. അതുപോലെ ഇവിടെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ മൈനസ് പ്രസ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ഷിഫ്റ്റും കൂടി കൂട്ടുമ്പോൾ ഒരു കോളം ആഡ് ആവണം. ഷിഫ്റ്റ് ഇല്ലാതെ കൺട്രോൾ മൈനസ് മാത്രം അമർത്തുകയാണെന്നുണ്ടെങ്കിൽ കോളംസോ അല്ലെങ്കിൽ റോസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് ആഡ് ചെയ്യാൻ, കൺട്രോൾ മൈനസ് റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത ഷോർട്ട് കട്ട് കീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.